അതേസമയം ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും സമ്പൂർണ്ണ ആധിപത്യമാണ് ഇന്ത്യക്കെതിരെ ഈ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക നടത്തിയത്. ബാറ്റിംഗിൽ 2 മത്സരങ്ങളിൽ നിന്നായി 100 കടന്ന ഇന്ത്യൻ താരങ്ങൾ ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും മാത്രമാണ്. അതേസമയം 7 ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ ഈ സ്കോർ മറികടന്നിട്ടുണ്ട്. ബൌളിംഗിൽ പ്രോട്ടീസ് സ്പിന്നർ സൈമൺ ഹാർമർ 17 വിക്കറ്റുമായി പരമ്പരയിൽ തിളങ്ങിയപ്പോൾ 10 വിക്കറ്റ് നേടിയ ജഡേജ ലിസ്റ്റിൽ 3ാമതുള്ളത് മാത്രമാണ് ആശ്വാസം. 12 വിക്കറ്റുകളുമായി പേസർ മാർക്കോ യാൻസൺ ലിസ്റ്റിൽ 2ാമത് നിൽക്കുമ്പോൾ ബുംറയും സിറാജും നേടിയത് 8ഉം 6ഉം വിക്കറ്റുകളൊക്കെയാണ്. ഹാർമർ എറിഞ്ഞത് 8.94 ശരാശരിയിലാണെങ്കിൽ ഇന്ത്യൻ താരങ്ങളുടേതെല്ലാം 30-നടുത്താണ്. ദക്ഷിണാഫ്രിക്കയുടെ ഫീൽഡിംഗിലെ മികവും എടുത്തു പറയേണ്ടതാണ്. പരമ്പര സീൽ ചെയ്ത സിറാജിനെ പുറത്താക്കിയുള്ള യാൻസിന്റെ ക്യാച്ചും നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്താക്കാൻ എയ്ഡൻ മാർക്രം എടുത്ത ക്യാച്ചും ഹിസ്റ്ററിയിലെ തന്നെ മികച്ച ക്യാച്ചുകളിൽ പെടും. ഈ ഒരൊറ്റ മത്സരത്തിൽ 8 ക്യാച്ചുകളാണ് എയ്ഡൻ മാർക്രം നേടിയത്. ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എന്ന റെക്കോർഡും ഇതോടെ മാർക്രം സ്വന്തമാക്കി. മറുവശത്ത് ക്യാച്ച് കൈവിടുന്നത് മാത്രമല്ല റൺസ് തടയുന്നതിലും പൊളിഞ്ഞ ഫീൽഡിംഗ് ആണ് ഇന്ത്യ നടത്തിയത്.